നമസ്കാരം, എല്ലാവർക്കും ദത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന്റെ ഡേറ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടന്റ് ഓഫീസറിന്റെയും ഡേറ്റ് PSC പുറത്തുവിട്ടിട്ടുണ്ട് ഒഫീഷ്യലി. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇനി കറക്റ്റ് 3 മാസമേ ഉള്ളൂ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന്. ഇപ്പൊ നമ്മൾ ആലോചിക്കുക, സെക്കൻഡ് ലെവൽ എക്സാം നടക്കാൻ ഇനി 2 ദിവസം കൂടെ ഉള്ളപ്പോഴാണ് PSC ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. നമ്മളോട് ഓൾറെഡി പറഞ്ഞിരുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റിനും നവംബറിനും ഇടയ്ക്കെന്നായിരുന്നു. അപ്പൊ ഇപ്പൊ സെപ്റ്റംബർ മാസമാണ് വന്നിരിക്കുന്നത്. ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ എക്സാം 1-ാം തീയതിയാണ്. ഓക്കെ, 1-ാം തീയതിയാണ് ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ എക്സാം. ഏത് മാസം? 9-ാം മാസം, സെപ്റ്റംബർ മാസം 1-ാം തീയതി ഡിവിഷണൽ അക്കൗണ്ടന്റ് എക്സാം. അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടറിന്റെ എക്സാം നടക്കാൻ പോകുന്നത് 11/9/2025 ഡിഗ്രി ലെവൽ പ്രിലിംസ് പാസ് ആവുന്ന കുറച്ച് പേരുണ്ടല്ലോ. അപ്പൊ ഒരു ഫസ്റ്റ് സ്റ്റേജ് എഴുതിയിരിക്കുന്നവർ ഇനിയും കാത്തിരിക്കേണ്ട, പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. 1-ാം തീയതി ഡിവിഷണൽ അക്കൗണ്ടന്റ്, 11-ാം തീയതി സെപ്റ്റംബർ മാസം 11-ാം തീയതി എക്സൈസ് ഇൻസ്പെക്ടറിന്റെ പരീക്ഷയും, 27-ാം തീയതി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. 27-ാം തീയതി എന്ന് പറയുമ്പം പേപ്പർ നമ്പർ 1-ഉം 2-ഉം രാവിലെയും ഉച്ചയ്ക്കുമായിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ 27 എന്ന് പറയുമ്പോൾ ഇന്ന് 26 കറക്റ്റ് 3 മാസമാണ് നമുക്ക് മുമ്പിലുള്ളത് മെയിൻസ് പഠിക്കാനായിട്ട്. അപ്പൊ ഓൾറെഡി എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടിരിക്കുന്നവരും ഇനി മുന്നോട്ട് എഴുതാനിരിക്കുന്നവരും ഒക്കെ തന്നെ എത്രയും പെട്ടെന്ന് ഫസ്റ്റ് പേപ്പറും സെക്കൻഡ് പേപ്പറും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഇനി വളരെ ചുരുങ്ങിയ നാൾ കൂടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. നമ്മുടെ ചാനൽ വഴി നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ജനറൽ പേപ്പർ എല്ലാവർക്കും അറിയാവുന്നതായതുകൊണ്ട് സ്പെഷ്യൽ പേപ്പർ ആണ് നമ്മൾ കോച്ചിങ് ക്ലാസ്സിൽ എടുത്തു കൊടുക്കുന്നത്. സ്പെഷ്യൽ പേപ്പർ എന്ന് പറയുമ്പം നോക്കുക, 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിന്ന് വരുന്നത്. 100 മാർക്ക് മീൻസ് 200 മാർക്കിനാണ് ടോട്ടൽ എക്സാം നടക്കാൻ പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷനാണ് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. 799 രൂപയ്ക്ക് ഓരോ ടോപ്പിക്കിനെയും ബേസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സും നോട്ട്സും അതുപോലെ തന്നെ MCQ ഡിസ്കഷനുമായിരിക്കും കോഴ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനകത്ത് ഒന്നും കൂടെ ഞാൻ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി പറയാം. പേപ്പർ നമ്പർ 1-നകത്ത് നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്ന എല്ലാ ഡിഗ്രി ലെവൽ എക്സാംസിനുമുള്ള ടോപ്പിക്സ് ആണ് വരുന്നത്. ഹിസ്റ്ററി, ജോഗ്രഫി വരുന്ന ടോപ്പിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ്, കെമിസ്ട്രി. ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ശ്രദ്ധിക്കുക. ഹിസ്റ്ററിക്ക് 7 മാർക്ക്, ജോഗ്രഫിക്ക് 7 മാർക്ക്, എക്കണോമിക്സ് 7 മാർക്ക്, ലൈഫ് സയൻസും പബ്ലിക് ഹെൽത്തിനും 7 മാർക്ക്, ഫിസിക്സിന് 7 മാർക്കുണ്ട്, കെമിസ്ട്രിക്ക് 7 മാർക്ക്, ആർട്ടിനും ലിറ്ററേച്ചറിനും കൾച്ചറിനും 8, സ്പോർട്സിന് 3, കമ്പ്യൂട്ടറിന് 6, കണക്കിന് 15, ഇംഗ്ലീഷിന് 13, മലയാളത്തിന് 13, ഇങ്ങനെ 100 മാർക്കാണ് വരുന്നത്. അതുപോലെ പേപ്പർ നമ്പർ 2 ആണ് നമുക്ക് അറിയാത്തത്. പേപ്പർ നമ്പർ 2-ന്റെ കൃത്യമായിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ PSC നേരത്തെ പുറത്തു വിട്ടിരുന്നു. ഇവിടെ പ്രിൻസിപ്പൾ ഓഫ് അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റിനും 2 മോഡ്യൂളിലായിട്ട് 20 മാർക്കും, കോൺസ്റ്റിറ്റ്യൂഷന് 2 മോഡ്യൂളിലായിട്ട് 20 മാർക്കും, അതുപോലെ കേരള മോഡൽ എക്കണോമി ഡെവലപ്മെന്റിന് 30 മാർക്കാണ് വരുന്നത്. നല്ലൊരു വെയിറ്റേജ് ഉണ്ട്. എൻവയോൺമെന്റ് ക്ലൈമറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന് 10 20 മാർക്ക്, പിന്നെയുള്ള 10 മാർക്ക് ഈ ഗവേണൻസിനാണ് വരുന്നത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ സെക്കൻഡ് പേപ്പർ ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പേപ്പർ നമുക്ക് അവൈലബിൾ ആണ്, കുറെ നാളായിട്ട് പഠിക്കുന്നത്. സെക്കൻഡ് പേപ്പറിൽ ഓരോ ടോപ്പിക്കും കൃത്യമായിട്ട് പഠിക്കാം. അപ്പൊ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാനൊരു വാട്സ്ആപ്പ് നമ്പറിന്റെ കൊടുത്തേക്കാം. അതിലേക്ക് നിങ്ങൾ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പേപ്പർ 2 ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുക. നമ്മൾ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് നമ്മൾ ടോപ്പിക്ക് തീർത്ത് റിവിഷൻ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.